പരിത്രാണകനമീശോ പോരുക, മമ മാനസപൂവാടിൽ പോരുക, ദിവ്യസ്നേഹാഗ്നിയിൽ വാഴുക, സുരദീപ്തി ചിന്തി എന്നും വാഴുക. എനിക്ക് ഏറ്റവും പ്രിയമായ പ്രവചനം വിശുദ്ധ കുർബാനയാണ്. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. മനുഷ്യ ജീവിതത്തെ ഒരു ഗോതമ്പ് മണിയോട് ഉപമിക്കാം. ഗോതമ്പ് മണി പോലെയാവണം ജീവിതം. ഗോതമ്പ് മണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് സാധ്യതകളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, അത് അപരന് ഉപകാരപ്രദമായി തീരുക. രണ്ട്, അതിൽ തന്നെ ആയിരിക്കുക. ഗോതമ്പ് മണി അപരനു വേണ്ടിയാകുവാൻ അതിന്റെ സത്ത ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. സത്ത ഒന്നെങ്കിൽ അഴിഞ്ഞില്ലാതാവണം, അല്ലെങ്കിൽ പൊടിഞ്ഞില്ലാതാകണം. സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന ഈശോ ശിഷ്യരോടൊത്തുള്ള യാത്രയിൽ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈശോയെ പിൻചെല്ലാനുള്ള വഴി കുരിശിന്റെ വഴിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം കുരിശിന്റെ രഹസ്യത്തെ ഒട്ടും കലർപ്പില്ലാതെ, വെള്ളം ചേർക്കാതെ, ജീവിത സഹനങ്ങളെ ഒരു മടിയും കൂടാതെ ആശ്ലേഷിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനുള്ള അവസരമായി സ്വീകരിക്കാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചത്. കുരിശിന്റെ ഈ രഹസ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം,
ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അൽഫോൻസാമ തന്റെ ജീവിതത്തെ നിർവചിച്ചു. ഇങ്ങനെ കുരിശിന്റെ തണലിൽ കുരിശുമരത്തോട് പറ്റിപ്പിടിച്ച് എന്നും ആയിരിക്കണമെന്നുള്ള തന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായി കൂടുതൽ സഹനങ്ങളെ തരണമേ എന്ന് അവൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഹനത്തിലെ രക്ഷാകരമായ സന്ദേശത്തെ അവൾ കണ്ടെത്തിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു വച്ചു: ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന വെട്ടിയിലയും വട്ടയിലയും ചീഞ്ഞ ചെടിക്ക് വളമായി തീരും. അപ്പോൾ ചെടിയിൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാകും, പൂക്കൾ കണ്ട് എല്ലാവരും സന്തോഷിക്കും. എന്നാൽ വളമായി തീർന്ന വട്ടയിലയുടെയും വെട്ടിയിലയുടെയും കാര്യങ്ങൾ ആര് വിചാരിക്കുന്നു? നമുക്കും എന്നും വളമായി തന്നെ കിടന്നാൽ മതി. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം ഭൂമിയിൽ വളരെ ഹ്രസ്വമെങ്കിലും ക്രിസ്തുനാഥൻ പറഞ്ഞ വചനം നെഞ്ചിലേറ്റിയതുകൊണ്ട് ജീവിതം പൊടിഞ്ഞ് അഴുകി ഫലം പുറപ്പെടുവിക്കാൻ അവൾക്ക് കഴിഞ്ഞു. വിത്തിൽ നിന്ന് അഴിയപ്പെടലിലേക്കുള്ള യാത്ര സഹനമാണെങ്കിൽ ആ അഴിയപ്പെടലിൽ നിന്ന് കതിർക്കുലയിലേക്കുള്ള വളർച്ചയാണ് വിശുദ്ധി. അൽഫോൻസാമയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ഗോതമ്പ് മണി പൊടിഞ്ഞ് ഇല്ലാതായി തീർന്നാൽ മാത്രമേ തിരുവോസ്തിയായി മാറുകയുള്ളൂ. അതുപോലെ മനുഷ്യജീവിതം സഹനങ്ങളിലൂടെ മാത്രമേ ശ്രേഷ്ഠമാവുകയുള്ളൂ. സഹനം അതിൽ തന്നെ വേദനാജനകം ആണെങ്കിലും അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനർഹള നിമിഷങ്ങളാണ്. ക്രൈസ്തവ ജീവിതത്തിന് അല്ല, മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ സഹനത്തിൽ നിന്ന് ഏതു വിധേനയും ഓടിയകലാൻ വെമ്പൽ കൊള്ളുന്ന ആധുനിക ജനതയ്ക്ക് മുമ്പിൽ കാലഘട്ടത്തിന്റെ വിശുദ്ധയായി ദൈവമുയർത്തിയ തേജോഗോളമാണ് വിശുദ്ധ അൽഫോൻസാമ. അങ്ങേ